ഇതുപോലെ പണ്ട് കൊണ്ടുവന്ന ഒരു വരിക്കപ്ലാവിൻ്റെ ചക്ക നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അന്നേരം 10ാമത്തെ ദിവസമായിരുന്നു. അന്നേരം 10ാമത്തെ ദിവസത്തെ ഒരു വീഡിയോ ഇന്നലെ നമ്മൾ കണ്ടത്. അതായത് ഷോൾഡറിൽ കയറ്റാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ. നമ്മൾ കട്ട് ചെയ്തത് അതാണ്ട് നല്ല സുന്ദരമായ വരിക്കച്ചക്ക, വലിയ ചുളയുള്ള അടിപൊളി വരിക്കച്ചക്ക നമ്മളിവിടെ 10ാമത്തെ ദിവസം ആയതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കുവാണേ. ആണ്ടെ നമ്മളെ ചെറുക്ക ഒരു ചക്ക, അതായത് വെറൈറ്റി വരിക്കപ്ലാവിൽ നിന്ന് കിട്ടിയ നല്ല സുന്ദരമായ ഒരു വരിക്കച്ചക്ക. അത് നമുക്ക് കട്ട് ചെയ്യുന്നതാണ്. 10ാമത്തെ ദിവസം നമ്മളിവിടെ ചേട്ടന്മാരും അളിയനൊന്നും ഇല്ല. അന്നേരം നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. പള്ളിയിൽ നമ്മളെ പുതിയ നേഴ്സറിയിലാണ്. അന്നേരം ഇത് 10ാമത്തെ ദിവസം, അതായത് ഇന്ന് 10ാമത്തെ ദിവസം ഇവിടെ നമുക്ക് 2 അതിഥികളുണ്ട്. ഒന്ന് പാരിപ്പള്ളിക്കാരൻ ഷാകുട്ടി ചേട്ടൻ, വൈഫ്, പിന്നെ അമ്മയുണ്ട്. നമ്മളിവിടെ എല്ലാവരും വെറൈറ്റി ആയിട്ട് കുറേ കേക്കുകളൊക്കെ മുറിക്കും അല്ലേ. 10ാമത്തെ ദിവസമായിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോൾ ഒരു വെറൈറ്റി സാധനമാണ്. അന്നേരം അതെന്താണ് എന്നൊക്കെ നിങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അന്നേരം നമ്മളിപ്പം ഒരു കിടിലൻ വെറൈറ്റി സാധനം കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 10ാമത്തെ ദിവസത്തോടനുബന്ധിച്ച് കാണേ കുറേ ഫാമിലീസ് എല്ലാം വരുന്നുണ്ട്. അന്നേരം നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ചേട്ടാ എങ്ങനെ ഉണ്ടോന്ന് പറഞ്ഞാലേ ഐശ്വര്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു വൈറലായിട്ട് സാധനമാണ് കേക്ക്. അന്നേരം നമുക്ക് 10ാമത്തെ ദിവസത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ഒരു ചക്ക കട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് നല്ല സുന്ദരമായ വരിക്കച്ചക്ക, നല്ല ഫുട്ബോൾ പോലുള്ള നല്ല സുന്ദരമായ വരിക്കച്ചക്ക. അതാണ്ടേ കുറേ കൂടെ പഴുക്കാറുണ്ട്. നമുക്ക് അത്രയും പഴുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തത്. അതാണ്ട് നല്ല സുന്ദരമായ വരിക്കച്ചക്ക, വലിയ ചുളയുള്ള അടിപൊളി വരിക്കച്ചക്ക നമ്മളിവിടെ 10ാമത്തെ ദിവസം ആയതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കുവാണേ. ജസ്റ്റ് ആദ്യമേ നടിച്ചു. സൂപ്പർ, സുന്ദരമായ വരിക്കച്ചക്ക, അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുളയുള്ള വരിക്കച്ചക്ക, സിന്ദൂര വരിക്ക എന്നറിയപ്പെടുന്ന വരിക്കച്ചക്കയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തു. കണ്ടില്ലേ? ഓക്കെ, അതിൻ്റെ ചുളയുടെ സൈസ് നോക്കിയേ, വലിയ ചുള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുള. കുറച്ച് നമുക്ക് ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിടുകയും ചെയ്യാം. ഓക്കെ, അന്നേരം നമ്മൾ വിചാരിക്കുക ഇവിടെ ചക്കയും പ്ലാവും മാത്രമേ ഉള്ളൂ. നല്ല മാവ്, പ്ലാവ്, റോസ്, പിന്നെ ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റ്, പഴയ വെറൈറ്റി ആന്തൂര്യം മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിലുള്ള റോസ്, കവറിലുള്ള റോസ്, 30 രൂപ മുതലുള്ള റോസുകൾ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാനെടുത്ത്, അതിൽ ഓൺ റൂട്ട് വെറൈറ്റി റോസ്, അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ ചെമ്പരത്തി ആവട്ടെ, അതേപോലെ ഒരുപാട് സാധനം. അതെവിടെ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിപ്പള്ളിയിലെ രേവതി സിനിമാക്സ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വലതുവശത്ത് ഒരു ആർച്ചുണ്ട്, അമ്പലത്തിൻ്റെ ആർച്ച്. അതുവഴി കയറി അങ്ങോട്ട് വരുമ്പം വലതുവശത്തുള്ള 2ാമത്തെ പുരയിടം. നല്ല കിടിലം വെറൈറ്റി പ്ലാന്റുകൾ നോക്കി നിങ്ങൾക്ക് അവിടെ വന്നാലും വാങ്ങാനായിട്ട് സാധിക്കും. ഈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്.